പൂർണ്ണമായൊരു യുദ്ധവിരാമത്തിലേക്ക് നീങ്ങാനുള്ള താല്പര്യം അല്ലെങ്കിൽ ഗസയിലെ ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ഒരു മനസ്സ് ഇപ്പോൾ ഇസ്രായേലിനും നെതന്യാഹുവിനും ഉണ്ടോ? MCA, പ്രത്യേകിച്ചും അവിടെ ആഭ്യന്തരമായി ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരു നിർബന്ധിതാവസ്ഥയോ സമ്മർദ്ദമോ നെതന്യാഹുവിനുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഗസയിലെ ആക്രമണം ഈ ഘട്ടത്തിലെങ്കിലും പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു എന്നൊരു സൂചനകൾ എവിടെയെങ്കിലും ഉണ്ടോ? സൈഫുദ്ദീൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 12 ദിവസം നീണ്ടു നിന്ന ഇറാനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിന് ഒരു വെടിനിർത്തൽ കൊണ്ടുവരാൻ തനിക്ക് സാധിച്ചു. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഈ ഗസയിൽ 20 മാസത്തിലധികമായി തുടരുന്ന ഈ ഒരു സംഘർഷം അല്ലെങ്കിൽ യുദ്ധം, ഏകപക്ഷീയമായിട്ടുള്ള വംശീയ ഹത്യ, അത് പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യാൻ താൻ തന്നെ മുൻകൈയെടുക്കുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും തന്റെ പ്രതികരണത്തിലൂടെ ട്രംപ് തുനിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത ആഴ്ചയോടുകൂടി വെടിനിർത്തൽ എന്തായാലും നടപ്പിൽ വരും, അതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് നീക്കണമെന്ന് ഇസ്രായേൽ നേതൃത്വത്തിന് കർശനമായി തന്നെ ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഹമാസുമായിട്ട് തിരക്കിട്ട കൂടിയാലോചനകൾ നടത്താൻ മധ്യസ്ഥ രാജ്യങ്ങളോട് നിർദ്ദേശിച്ചു. ഇന്നാണ് ഇപ്പോൾ ട്രംപ് ഏറ്റവും അവസാനമായിട്ട് ഹമാസിനോട് പ്രതികരണം വളരെ പെട്ടെന്ന് 24 മണിക്കൂറിനുള്ളിൽ പ്രതികരണം അറിയിക്കണമെന്ന ഏറെക്കുറെ ഒരു അന്ത്യശാസന സ്വഭാവത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് തുർക്കി കൂടി ഇടപെട്ടുകൊണ്ട് ഏറെക്കുറെ ഹമാസിനെ ഈ 2 മാസത്തെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടരുന്നത്. ഏറെക്കുറെ അത് ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധവിരാമത്തിലേക്ക് നീങ്ങുമോ എന്നതാണ്. അക്കാര്യത്തിൽ ഇസ്രായേൽ നേതൃത്വം പോലും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തുന്നില്ല. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗവിറും സ്മോട്രിക്കും ഈ യുദ്ധം തുടരണം, ഗസയിൽ പൂർണ്ണമായി തന്നെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കണം, അതോടൊപ്പം തന്നെ ഹമാസിനെ ഇല്ലായ്മ ചെയ്യണം എന്നതുൾപ്പെടെയുള്ള വളരെ ശക്തമായിട്ടുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം അമേരിക്കൻ സമ്മർദ്ദം അതിശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് നെതന്യാഹുവിനോ ഇസ്രായേൽ നേതൃത്വത്തിനോ നിലവിലുള്ള സാഹചര്യത്തിൽ മുന്നോട്ട് പോവുക ദുഷ്കരമായിരിക്കും. അതുമാത്രമല്ല, ഈ വംശഹത്യ അതിന്റെ ഏറ്റവും ക്രൂരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭക്ഷണ വിഭവങ്ങൾ പോലും പൂർണ്ണമായിട്ടും നിഷേധിച്ചുകൊണ്ട് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന മനുഷ്യർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ട് 624 പേരാണ് ഇന്നുൾപ്പെടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതികരണം നടക്കുന്നു. അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദം അമേരിക്ക നേരിടുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് നെതന്യാഹുവിനെ അടിയന്തരമായിട്ട് വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച നടക്കുന്ന ആ നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അത് ഏറ്റവും പ്രധാനമാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നാളെ ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആ സുരക്ഷാ മന്ത്രിസഭയുടെ അനുമതി ലഭിക്കുന്നതോടുകൂടി ആയിരിക്കും നെതന്യാഹുവിന്റെ അമേരിക്കയിലേക്കുള്ള യാത്ര ആരംഭിക്കുക. വൈറ്റ് ഹൗസിൽ നടക്കുന്ന ആ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഔദ്യോഗികമായിട്ട് ഈ വെടിനിർത്തൽ താൽക്കാലികമാണെങ്കിൽ പോലും ആ പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൈഫുദ്ദീൻ.